ഹയർ സെക്കൻഡറി മേഖലയിലെ ശനിയാഴ്ച പ്രവൃത്തി ദിവസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ആ തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വന്നത്. അച്ചീവ് ചെയ്യേണ്ട പഠനശേഷികൾ ആർജിക്കാൻ വേണ്ടിയിട്ട് മതിയായ സമയക്രമം കിട്ടാൻ വേണ്ടിയിട്ട് ആ തരത്തിൽ ക്രമീകരിക്കുകയായിരുന്നു. അതിൻ്റെ എതിർപ്പും വലുതായിട്ടൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പകരം സ്കൂൾ മേഖലയിലെ ഹയർ സെക്കൻഡറിക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ഒഴിവാക്കിയ സമയത്ത് ശനിയാഴ്ചകൾ സ്കൂൾ വിഭാഗം താഴെ 10 വരെയുള്ള വിഭാഗം പ്രവർത്തിക്കണമെന്ന് വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം തർക്കങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ അല്ലെങ്കിൽ ചിന്തകൻ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ സർക്കാരിന്റെ മതേതരത്വവും അതുപോലെ തന്നെ മതനിരപേക്ഷതയും ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ 2 സ്പെല്ലിലും ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ സർക്കാർ മത സാമുദായിക സംഘടനകൾക്ക് വശംവദരാകുന്ന സർക്കാരാണ്. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തു വരികയാണ്, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടൊരു കമ്മീഷനെ ഈ സർക്കാർ നിയമിക്കുകയുണ്ടായി കഴിഞ്ഞ സർക്കാർ. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള നല്ല സമയം രാവിലെയാണ്. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയാണ്, ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക പഠിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ അതിന്റെ പേറ്റന്റ് എവിടെ എന്നൊക്കെ ചോദിക്കാം. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ആധുനിക സയൻസ് വ്യക്തമാക്കിയിട്ടുള്ള ചില യാഥാർത്ഥ്യമുണ്ട്. രാവിലെയാണ് പഠിക്കാൻ കുട്ടികൾക്ക് ഉചിതമായ സമയം. അങ്ങനെയാണെങ്കിൽ ഉച്ചവരെ പഠന സമയം, രാവിലെ കുറച്ച് നേരത്തെ പഠന സമയം ആരംഭിക്കുക എന്നുള്ള നിർദ്ദേശം വന്നു. ഈ സർക്കാർ ഒരുപക്ഷെ അത്തരത്തിലൊരു നിർദ്ദേശവുമായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയും സാമുദായിക സംഘടനകൾക്കൊന്നും ആകാത്ത ഈ ദൃഢതയുള്ള സർക്കാർ, സ്ഥിരതയുള്ള സർക്കാർ അത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നൊക്കെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം വിചാരിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, യു-ടേൺ അടിച്ചുപോയി. അതേപോലെ തന്നെ ഈ സർക്കാർ, ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. എവിടെ പോയി? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് അതുമായി മുന്നോട്ട് പോയ സർക്കാർ ഈ മത സാമുദായിക സംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് ഭീഷണിക്ക് വഴങ്ങി ഒളിച്ചോടിപ്പോയി. സൂംബ ഡാൻസ് വേറൊന്നാണ്. സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൈദേശികമാണ്. അപ്പോൾ ഒരുപക്ഷെ വൈദേശികമായതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സൂംബ ഡാൻസ് കൊണ്ടുവന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരവുമായിട്ടോ ഇതുമായിട്ടൊന്നും ഞാനത് വേണ്ടാന്നോ അതിനെ ചില സംഘടനകൾ എതിർക്കുന്ന പോലെ അങ്ങനെ വൈകാരികമായിട്ട് എതിർക്കുകയല്ല. പകരം ഈ യോഗ എന്നുള്ള സമ്പ്രദായം നമുക്കുണ്ട്, ലോകം സ്വീകരിച്ചതാണ്. അപ്പൊ യോഗ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് അത് ചെയ്യുന്നത്. ഇത് സ്കൂൾ യൂണിഫോം അതൊന്നുമല്ല. അതുപോലെ ഈ സമൂഹത്തിലെ ഈ സർക്കാരിന്റെ മതനിരപേക്ഷത, ഇപ്പോ ഭാരതാംബ എന്നുള്ള സങ്കല്പം യുഗാദി കാലം മുതലുള്ളതാണ്. സർക്കാർ അനാവശ്യമായി വിവാദം ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് അതിന് ആക്കം കൂട്ടിയത്. കൃഷിമന്ത്രി തുടങ്ങി വെച്ചു, അദ്ദേഹം ആക്കം കൂട്ടി. ഇപ്പൊ വന്നിരിക്കുന്നത് കേരളത്തിലെ ഭാരതത്തിൽ യുഗാദി കാലം മുതൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഗുരുവന്ദനം, ഗുരുപൂജാ സമ്പ്രദായം. അതിനെ ഇപ്പോ ഞങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ മാത്രം കാലി പിടിക്കുന്നത് കാലിപിടുത്തം മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. എന്നിട്ട് ഇപ്പോ ഈ മത സാമുദായിക സംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് യു-ടേൺ അടിച്ചു പോകുന്ന സർക്കാരാണ് ഇല്ലാത്ത പരാതി ഉള്ളതായിട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വിവാദം സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ സർക്കാർ അങ്ങനെ വീരവാദം മുഴക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാർ സാമുദായിക സംഘടനകൾക്ക് വിവാദം ഉണ്ടാക്കി ചില ആളുകളുടെ താല്പര്യങ്ങളെ ഹരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു.